കനത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം നിർത്തലാക്കി. നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച വാഹന സർവീസാണ് നിർത്തിയത്. KB ഗണേഷ് കുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. 2020 ആരംഭിച്ച വാഹനത്തിന്റെ നടത്തിപ്പ് ചുമതല ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു. കുടുംബശ്രീ ADS-മാരുടെ കൂട്ടായ്മയായ സേവികയായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. കുടുംബശ്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ വാഹനത്തിൽ ശേഖരിക്കുകയും അത് നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച ശേഷം വിൽപ്പന നടത്തുകയുമായിരുന്നു രീതി. ഇങ്ങനെ വിൽപ്പന നടത്തി കിട്ടുന്ന ലാഭവിഹിതമാണ് പദ്ധതി നടത്തിപ്പിനായി വിനിയോഗിച്ചിരുന്നത്. സാധനങ്ങൾ നൽകുന്ന കുടുംബശ്രീകളുടെ വിഹിതം, വാഹനത്തിലെ ജീവനക്കാരുടെ വേതനം, വാഹനത്തിന്റെ ഇന്ധനം, അറ്റകുറ്റപ്പണികൾ എന്നിങ്ങനെ നിരവധി ചെലവുകൾ സർവീസിനുണ്ടായിരുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 20 ലക്ഷം രൂപ ഉപയോഗിച്ച് 2020 സഞ്ചരിക്കുന്ന വിപണി ഒരു ബസ് പത്തനാപുരത്ത് നിയോജകമണ്ഡലത്തിലെ പത്തനാപുരം ബ്ലോക്കിലെ 8 ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയുണ്ടായി. മൊബൈൽ മാർക്കറ്റിംഗ് എന്ന പേരുള്ള ആ സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം സേവിക എന്ന കുടുംബശ്രീയുടെ യൂണിറ്റാണ് അതിൻ്റെ പ്രവർത്തനം നടത്തി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 2020 തുടങ്ങി ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവർത്തനം അപ്പാടെ നിലച്ച അവസ്ഥയാണ്. ആ വാഹനം ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്ത് ആ വാഹനത്തിന് ചുറ്റും കാട് കയറി ആ വാഹനം ഈ തുരുമ്പ് എടുത്ത് നശിച്ച് അവിടെ കിടക്കുകയാണ്. 18 ലക്ഷം രൂപയാണ് സാധാരണ പാവപ്പെട്ടവരുൾപ്പെടെയുള്ള നമ്മുടെ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന പൗരന്മാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ആ വാഹനം വാങ്ങിയത്. കേരളത്തിലെ പൈലറ്റ് പദ്ധതി എന്ന് അവകാശപ്പെട്ട് കേരളത്തിൽ തന്നെ ആദ്യമായി ഈ നിയോജകമണ്ഡലത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അത് തുടക്കത്തിലെ തന്നെ പാളിയ അവസ്ഥയാണ്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ യൂണിറ്റുകളിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആ വാഹനത്തിലെത്തിച്ച് വിപണനം നടത്തുന്ന പ്രക്രിയയാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എന്നാൽ കുടുംബശ്രീയുടെ ADS അംഗങ്ങൾ, നിശ്ചിതമായ ADS അംഗങ്ങൾ ആണ് അതിൽ ജീവനക്കാരായി പ്രവർത്തിച്ചിരുന്നത്. അവരുടെ ശമ്പളം മുടങ്ങി. ആ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പണമില്ലാതെ വന്നു. അതുപോലെ തന്നെ ആ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ വന്നപ്പോഴാണ് ആ പ്രവർത്തനം വണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരത്ത് കൊണ്ട് ഒതുക്കിയിരിക്കുന്നത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ വിജിലൻസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. വലിയ ഒരു അഴിമതി, 20 ലക്ഷം രൂപ, ഏകദേശം 20 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കുടുംബശ്രീയുടെ സഹോദരിമാർ, ADS-ൽ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീയുടെ സഹോദരിമാർ ഇന്ന് ജോലിയില്ലാതെ, ശമ്പളമില്ലാതെ കഴിഞ്ഞ 2 വർഷക്കാലമായി ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് മറ്റ് എവിടെയെങ്കിലും അവരെ പുനർവിന്യസിച്ച് താൽക്കാലികമായെങ്കിലും ജോലി അവർക്ക് നൽകുവാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ നടത്തണം. അതുപോലെ തന്നെ ഈ 20 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന തരത്തിൽ, വലിയ ഖജനാവിനും നമ്മുടെ നാടിനും നഷ്ടപ്പെടുന്ന തരത്തിലുണ്ടായിട്ടുള്ള ആരുടെ ഭാഗത്താണ് അത് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ വീഴ്ച ഉദ്യോഗതലത്തിലാണെങ്കിൽ മന്ത്രിതലത്തിലാണെങ്കിൽ അത് കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ പ്രതീക്ഷിച്ച തുക വാഹനത്തിൽ നിന്നും ലഭിക്കാതായതോടെയാണ് സഞ്ചരിക്കുന്ന വിപണന വാഹനത്തിന്റെ പ്രവർത്തനം നിലച്ചത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്ത് നാശത്തിന്റെ വക്കിലാണ് ഈ വാഹനം. തുരുമ്പെടുത്തും കാടുകയറി നശിക്കുകയാണ് ഇത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ കൊട്ടി ആഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി തുടക്കത്തിലെ പാളി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.